സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കല് നബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നബിയെ ഞമ്മക്ക് ദീനൊന്ന് പരസ്യമായിട്ട് എല്ലാവരോടും പറയല്ലേ എന്ന് ചോദിച്ചു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യമായി രംഗത്ത് വരാതെ ദീനീ പ്രബോധനം നടത്തുന്ന കാലമായിരുന്നു. 38 ആളുകളാണ് അന്ന് ആകെ ഇസ്ലാമിലുള്ളത്. അന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിനോട് വന്നിട്ട് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലേ, ഞമ്മക്ക് ദീനിന്റെ കാര്യം പരസ്യമായിട്ട് പറയല്ലേ എന്ന് ചോദിച്ചു. ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയ ആളാണ് സിദ്ദീഖുൽ അക്ബർ. ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രസംഗിച്ച ആള് അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. സ്ത്രീകൾക്കിടയിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നോമന മോൾ മുത്തുനബിയുടെ ഭാര്യ സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആദ്യമായി പ്രസംഗിച്ച ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ ആദ്യമൊന്നും നബി തങ്ങൾ സമ്മതിച്ചില്ല, അവസാനം നിർബന്ധിച്ചപ്പോ സമ്മതിച്ചു. അങ്ങനെ കഅബയുടെ അടുത്ത് ഒരു സമ്മേളനം വിളിച്ചു. സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ മാതിരി സമ്മേളനം എന്ന് വിചാരിക്കേണ്ട, അന്നത്തെ അനുയോജ്യമായ ഒരു യോഗം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ചവിട്ടി കുത്തി അടിച്ചു. താരീഖിൽ പറയേണ്ട മൂക്ക് ചപ്പണവരടിച്ചു. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വീണു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാർ ഓടി വന്നു. അന്ന് കുടുംബത്തിന് വലിയ സെറ്റപ്പ് ഉണ്ടാവും. ഓരോ ഓടി വന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് എടുത്തുങ്ങാണ്ട് വീട്ടിൽ കൊണ്ടുപോയി കടത്തി. ഇനി ബാക്കിയാവൂലെന്ന് ഉറപ്പായപ്പോൾ ഓരോ തീരുമാനം എടുത്തു. ഇതിൽ സിദ്ദീഖ് ബാക്കിയായില്ലെങ്കിൽ ആ തച്ചത് ഉത്തുബത്തായിരുന്നു, ഉത്തുബത്തിനെ ഇനി ജീവിക്കാൻ സമ്മതിക്കൂലെന്ന് തീരുമാനിച്ചു. ഓല് കഅബന്റെ അടുത്ത് വന്നിട്ട് കഅബന്റെ കില്ല പിടിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു, ഈ അടിയിൽ അബൂബക്കർ സിദ്ദീഖ് ബാക്കിയായില്ലെങ്കിൽ ഉത്തുബത്തിനെ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കൂല എന്ന് പ്രഖ്യാപിച്ചു. അതിനത്ര വലിയ അടിയ കിട്ടിയത്. അങ്ങനെ ബല് വീട്ടിൽ ഇങ്ങനെ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മാനോട്, ഉമ്മുൽ ഖൈർ എന്നായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മാന്റെ പേര്, ഉമ്മുൽ ഖൈർ. ചിലപ്പോ നമുക്ക് തോന്നലുണ്ട് ഈ നല്ല പേരൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന്. അല്ല, എനിക്കിതിങ്ങനെ വായിച്ചപ്പോ തോന്നിയതാണത്. നമുക്കിങ്ങനെ ഇടക്ക് തോന്നുമല്ലോ, ഈ നല്ല പേരുകളൊക്കെ മനുഷ്യന്മാർ ഇട്ട് കഴിഞ്ഞല്ല റബ്ബേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മാന്റെ പേര് ഉമ്മുൽ ഖൈർ എന്നായിരുന്നു. ഉമ്മുൽ ഖൈറിനോട് പറഞ്ഞു, ഉമ്മാനോട് പറഞ്ഞു, മോനെ ഭക്ഷണം കൊടുക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് നബിയുടെ വിവരം അറിയാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല എന്ന് പറഞ്ഞു മരിക്കാൻ കിടക്കുന്ന ആളെ. കുടുംബക്കാർക്ക് ദേഷ്യം വന്നു. ഒലിട്ടുകാണ്ട് പോയി. ഓരോ പേരേക്ക് പോയി. നിങ്ങളെന്താ കാട്ടിക്കോളി പറഞ്ഞാണ്ട് പോയി. ഉമ്മ നിർബന്ധിച്ച് ഭക്ഷണം കൊടുത്തു നോക്കി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരം അറിഞ്ഞാലല്ലാതെ ഭക്ഷണം കഴിക്കൂല എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, മോനെ, ഈ നട്ടപ്പാതിരക്ക് ഞാൻ എവിടുന്ന് വിവരം അറിയാനാ? അതിൽ പറഞ്ഞു, ഖത്താബിന്റെ മകളുടെ അടുക്കൽ പോയാ മതി എന്നാ വിവരം അറിയാന്ന് പറഞ്ഞു. ഉമർ ഖത്താബിന്റെ പെങ്ങള്, അതാണ് ഖത്താബിന്റെ മകൾ എന്ന് പറയുന്നത്. ഖത്താബിന്റെ മോളെടുത്ത് പോയാൽ മതി എന്നാ വിവരം അറിയാറുണ്ട്. അങ്ങനെ രാത്രി ഉമ്മ പുറത്തിറങ്ങി ഖത്താബിന്റെ മകളുടെ അടുക്കിലേക്ക് പോയി. മോളെത്തി എന്നിട്ട് ചോദിച്ചു, മുഹമ്മദിന്റെ വിവരം എന്താണ് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എനിക്കറിയില്ല പറഞ്ഞു. എന്താ വെച്ചാല് അന്നത് പറയാൻ പറ്റിയൊരു സാഹചര്യമില്ല, അതുകൊണ്ടാണ് അറിയില്ല എന്ന് പറഞ്ഞത്. അതിൽ ഉമ്മ പറഞ്ഞു, എന്റെ കുട്ടിയോടെ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്, എന്തേലും ഭക്ഷണം കഴിക്കണമെങ്കിൽ മുഹമ്മദിന്റെ വിവരം അറിഞ്ഞാലേ കഴിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് എന്താ വിവരച്ചാ ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അതിൽ മുപ്പത്തിയേര് പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ ഞങ്ങളെ പെരേക്കൊന്ന് വരാറുണ്ട്. സമ്മതാണ് പറഞ്ഞു. അങ്ങനെ കൂട്ടിങ്ങാണ്ട് വന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നപ്പോ മാനവറുകൾ ചോദിച്ചു, മുഹമ്മദിന്റെ വിവരം എന്താണെന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ മുപ്പത്തിയേര് പറഞ്ഞു, ഉമ്മ കേൾക്കുന്നുണ്ട് പറഞ്ഞു. അതിൽ മുപ്പര് പറഞ്ഞു, കുഴപ്പമില്ല ഇജ്ജ് പറഞ്ഞോ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അർക്കമിന്റെ വീട്ടിൽ വളരെ സുരക്ഷിതനായി നബിതങ്ങൾ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാറുൽ അർക്കമിൽ നബിതങ്ങൾ വളരെ സുരക്ഷിതനാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്ലേറ്റ് മാറ്റി. എന്താ പ്ലേറ്റ്? ഇനി ആ മുഹമ്മദ് നബിനെ കണ്ടിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ എന്നാക്കി. ആദ്യം വിവരറിഞ്ഞാലേ കഴിക്കുള്ളൂ എന്നായിരുന്നു. മരിക്കാൻ കിടക്കുന്ന ആളത്. അപ്പൊ ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയാം. ഈ ഈമാൻ എന്ന് പറഞ്ഞ സാധനം വിവരമല്ല കേട്ടോ, അതൊരു ഫീലിംഗ് ആണ്. വിവരം ഉണ്ടായതുകൊണ്ട് ഈമാനൊന്നും ഉണ്ടാവില്ല. വിവരമുണ്ടായത് കൊണ്ട് ഈമാൻ ഉണ്ടാവുകയില്ല. 30 ജുസ് ഖുർആനും കാണാതെ പഠിച്ച ആളാണ് ചേകനൂർ മൗലവി എന്ന് പറയുന്ന ആള്.
വേലൂര് ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിൽ നിന്ന് ഫസ്റ്റ് റാങ്കാണ്. വിവരമുള്ളതുകൊണ്ട് ഈമാൻ ഉണ്ടാവില്ല. ഈമാൻ എന്ന് പറഞ്ഞ സാധനം ഒന്ന് വേറെ തന്നെയാണ്. ദാലിക ഫദ്ലുല്ലാഹി യൂതിഹി മൻ യശാ. അള്ളാഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫദ്ലാണ് ഈമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിലനിൽക്കാൻ വേണ്ടി എപ്പോഴും ദ്വാരക്കണം എന്നാണ്. ദുആയിൽ വെച്ച് ഏറ്റവും വലിയ ദുആ ഈമാൻ നിലനിൽക്കാനുള്ള ദുആയാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ ദുആയാണത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതാണ് ഈമാൻ നിലനിൽക്കാനുള്ള ദുആ. ദുആയിൽ വെച്ച് ഏറ്റവും വലിയ ദുആയാണത്, ഈമാൻ നിലനിൽക്കാനുള്ള ദുആ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇനി മുഹമ്മദിനെ കണ്ടിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മയും ഖത്താബിന്റെ മോളും കൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ താങ്ങി പിടിച്ചിട്ട് ദാറുൽ അർഖമിലേക്ക് കൊണ്ടുപോയി. ദാറുൽ അർഖം കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു കൊടുത്തു. കണ്ടപ്പോൾ അവർ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അത് കണ്ടു നിന്നിരുന്ന മുഅ്മിനീങ്ങൾ എല്ലാവരും കരഞ്ഞുപോയി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ നിർദ്ദേശപ്രകാരം വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയിട്ടാണ് സിദ്ദീഖ് തങ്ങൾ ഭക്ഷണം കഴിച്ചത്. ഈമാനൊരു ഫീലിംഗ് ആണ്. ശരിക്കും ഈമാൻ പഠിക്കണമെങ്കിൽ അബൂബക്കർ സിദ്ദീഖിനെ പഠിക്കണം റളിയല്ലാഹു അൻഹു. ഈമാൻ പഠിക്കണമെങ്കിൽ പഠിക്കേണ്ട ആള് അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗിയായി ദണ്ണത്ത് കിടക്കുകയാണ് എന്ന് പറഞ്ഞിട്ടു. വിവരമറിഞ്ഞ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി ചെന്നു. നബി തങ്ങൾക്ക് രോഗമാണ് എന്നറിഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് രോഗം തുടങ്ങി. നബി തങ്ങൾക്ക് പനിയായിരുന്നു. ഉദാഹരണം, മുസ്തഫ നബി തങ്ങൾക്ക് പനിയാണ് എന്ന് കേട്ടിട്ട് സിദ്ദീഖ് തങ്ങൾ കാണാൻ വേണ്ടി ചെന്നു. പനിയാണ് എന്നാണ്ട് ഉറപ്പായോടുകൂടി മൂപ്പർക്ക് പനിയാണ് തുടങ്ങി. അതാണ് ഈമാൻ പറഞ്ഞ സാധനം. അതൊരു വിവരമല്ല. അങ്ങനെ വീട്ടിൽ വന്നിട്ട് പനിച്ചടന്നു. കുറെ ദിവസം കടന്നു. നബി തങ്ങളുടെ രോഗം മാറി. സിദ്ദീഖുൽ അക്ബർ എവിടെയെന്ന് അന്വേഷിച്ചു. മൂപ്പര് പനിച്ചടക്കാണ് എന്ന് പറഞ്ഞു. എന്നാ നമുക്ക് കാണാൻ പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാരും കൂടി കാണാൻ വന്നു. നബി തങ്ങളെ കണ്ടതോടുകൂടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പനി മാറി. അതാണ് ഈമാൻ. ഈമാൻ പഠിക്കാൻ സിദ്ദീഖുൽ അക്ബറിനെ പഠിക്കാം. എന്നിട്ട് നീച്ചു നബി തങ്ങളെ കണ്ടേക്കിന് ഒരു പാട്ടും പാടി. എന്താ പാട്ട്? മരിദൽ ഹബീബു ഫഉത്തുഹു ഫമരിദതു മിൻ നസഫി അലൈഹി ഫശഫൽ ഹബീബു ഫസാറനി ഫശഫൈതു മിൻ നദരി ഇലൈഹി. മരിദൽ ഹബീബു, എന്റെ ഹബീബ് രോഗിയായി. ഫഉത്തുഹു, ഞാൻ നബി തങ്ങളെ സന്ദർശിച്ചു. ഫമരിദതു, എനിക്കും രോഗം തുടങ്ങി. മിൻ നസഫി അലൈഹി, ദുഃഖം കാരണം. ഫശഫൽ ഹബീബു, എന്റെ ഹബീബിന്റെ ദണ്ണം മാറി. ഫസാറനി, എന്നെ കാണാൻ വേണ്ടി വന്നു. ഫശഫൈതു, എന്റെ ദണ്ണം മാറി. മിൻ നദരി ഇലൈഹി, നബിനെ കണ്ടപ്പോൾ. രോഗിയാം നബിയോരാരീകത്ത് ചാരി സിദ്ദീഖും രോഗിയായി. രോഗം മാറിയ ആരോഗ്യത്തോടെ വന്നപ്പോൾ സിദ്ദീഖും രാജിയായി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാണ് ഈമാൻ റംസാന. ഒരടിസ്ഥാനം ഞാൻ അങ്ങോട്ട് പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള താല്പര്യത്തിന്റെ പേരാണ് ഈമാൻ. അതുള്ളവർക്കേ ഈമാൻ ഉണ്ടാവുള്ളൂ. അതില്ലാത്തവരുടെ ഈമാൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ലോകത്തെ എല്ലാ സംഭവങ്ങളും മുഹമ്മദ് നബിക്ക് തങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചതാണ്. ലോകത്തെ എല്ലാ വസ്തുക്കളെക്കാളും പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സഹാബത്തിന് ശരിക്കും മനസ്സിലായിരുന്നു. അതാണ് ഓല ഈമാന്റെ പ്രത്യേകത. 10,000 റക്അത്ത് സുന്നത്ത് ഒരാൾ നിസ്കരിച്ചാലും ഒരു സെക്കൻഡ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഈമാനോടുകൂടെ ഒരുമിച്ച് കൂടുകയും ഈമാനോടുകൂടെ മരണപ്പെടുകയും ചെയ്ത ഒരു സഹാബിന്റെ അടുക്ക് എത്തൂല. ഒറ്റ സെക്കൻഡ് നബി തങ്ങളൊപ്പം ഒരുമിച്ച് കൂടിയ ആൾക്കാണ് സഹാബി എന്ന് പറയാം. 20,000 റക്അത്ത് നിസ്കരിച്ചാലും അങ്ങോട്ട് എത്തൂല. 20,000 കൊല്ലം ജീവിച്ചാലും എത്തൂല. എന്താ കാരണം? മുഹമ്മദ് നബിയിൽ നിന്ന് പകർന്നു കിട്ടുന്നതാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത്. നബി തങ്ങളോട് എത്ര ബന്ധമുണ്ടോ അതാണ് ഈമാന്റെ അടിസ്ഥാനം.
അതുകൊണ്ട് കുടുംബത്തെയും നമ്മൾ അങ്ങനെ തന്നെ പഠിപ്പിക്കണം, മക്കളെ അങ്ങനെ തന്നെ പഠിപ്പിക്കണം. എല്ലാ വിഷയങ്ങളും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുകയും ചിന്തിക്കുകയും നിബിധങ്ങളിലേക്ക് അതിനൊക്കെ ബന്ധം ഉണ്ടാവുകയും വേണം. ബന്ധമുള്ള എല്ലാ വിഷയങ്ങളും വിജയിക്കുകയും